അപ്പോൾ അതാണ് ഉള്ളിവട ഇട്ടുണ്ടാക്കുന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ഉള്ളിയൊക്കെ അടിയിലിട്ടുക്കണം. ഇഞ്ചി ഉള്ളിയൊക്കെ ഇട്ട് വെക്കും. ഇഞ്ചി ഉള്ളിയും പച്ചമുളക് ഇട്ടില്ല. ഇഞ്ചി ഉള്ളി ഇട്ടു. അതിൻ്റെ മേലെ മൈദ ഇട്ടു. ഇവിടെ കടലമാവ്. അപ്പോൾ ഒന്ന് ഉള്ളിവടയാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ നോൽബല്ലേ. പച്ചമുളക് മല്ലിച്ചപ്പം ഇഞ്ചിയൊക്കെ. എന്താ ഇന്ന് കടി നമ്മൾ ചപ്പാത്തിയോ? ചപ്പാത്തി പൂര ഉണ്ടാക്കണ്ടേ. എന്തായാലും ഇന്നലെ പച്ചപ്പട്ടാണി വെള്ളത്തിലിട്ടുണ്ട്. ഇഷ്ടമുണ്ടാക്കാം. അത് നമ്മളിത് അതിൽ പച്ചമുളക് ഇട്ടു കേട്ടോ. മല്ലിച്ചപ്പും പുതിനയും വേണ്ടത്. വേപ്പിൻ്റെ ഇല. പുതിനയുടെ ഇല ഉണ്ടോ? മല്ലിച്ചപ്പും പുതിനയും വേപ്പിൻ്റെ ഇല രണ്ടല്ല പുതിന. ഒന്ന് ഉള്ളിവട കേട്ടോ. ഇന്നലെ മിഞ്ഞാന്ന് സമൂസ, ഇന്ന് പുള്ളിവട. ഉപ്പിട്ടു. അതിട്ടു. ഒരു നുള്ളു ഗരം മസാല. അപ്പോൾ ഞങ്ങളിങ്ങനെ ചപ്പാത്തിയാണോ പൂരിയാണോ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമല്ല, പൂരിയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഏതാ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഇങ്ങനെ തീരുമാനത്തില്ല കേട്ടോ. അപ്പം ഏതായാലും ഏതിൽക്കാണെങ്കിലും ഇഷ്ടം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ആ ഇഷ്ടം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഇമ്മ പറഞ്ഞുതരും. ഉള്ളി ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുക. മഞ്ഞപ്പൊടി ഒന്നുള്ളിടുക. ഉപ്പ് ഇടുക. എന്നിട്ട് അടുപ്പത്ത് വെക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതക്കട്ടെ. ഇഷ്ടവുമുള്ള ഉരുളയും ഉള്ളിയൊക്കെ ഇട്ടു. ഗ്രീൻ പീസ് ഇന്നലെ വെള്ളത്തിലിട്ടിട്ട് സമൂസൊക്കെ നമ്മൾ എടുക്കാൻ മറന്നില്ല. വെള്ളത്തിലിട്ടില്ല, മറന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് കറിക്ക് എടുക്കാനായി അല്ലേ. ഇന്നലെ സമൂസൊക്കെ കൊണ്ട് വെള്ളത്തിലിട്ട് വെള്ളം പറഞ്ഞില്ല, പാത്രത്തിലിട്ട് വെച്ചു. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിലിട്ടു. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടു. കടല ഇട്ടു. ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, തക്കാളി. എന്നിട്ട് എന്തെന്ന് ഉണ്ടാക്കണം? പൂരിയോ ചപ്പാത്തിയോന്ന് ഉറച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഉറച്ചിട്ടില്ല. അത് എന്താ വേണ്ടത് നിങ്ങൾ പറയാം. അവസാനം ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയില്ലേ, പൂരി എന്നുള്ളത്. പൂരി ഉണ്ടാക്കണം. ചപ്പാത്തി വേണ്ട, കുട്ടികൾക്ക് പൂരിയാണ് ചപ്പാത്തിനെക്കാട്ടിലും ഇഷ്ടം. കുട്ടികൾക്കൊന്നല്ല കേട്ടോ, ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ തന്നെ ഇഷ്ടം. അപ്പോൾ ഇത് നമുക്ക് വായിച്ചിട്ട് കാണാം. നമ്മളെ റിച്ചു ഇതാട്ടോ അവിടെ കിടക്കുകയാണ്. എന്താ റിച്ചു കാണുന്നത്? ഏതാ കാണുന്നത്? സൗണ്ട് ഇടാതെ പറഞ്ഞാൽ മതി. ആ ആട്ടാ ലൈബ. ഇത് ക്ഷീണിച്ചോ? നോമ്പെടുത്തിട്ട് ക്ഷീണിച്ചിക്ക? കുട്ടി നോമ്പെടുത്തിട്ട് ക്ഷീണിച്ചിക്കാണ്. എന്നിട്ട് ഫോണിൽ ഗെയിം കളിച്ച് കിടക്കാണ് അല്ലേ. അതാ അതുപോലെ ലൈബ അതാ അവിടെ. ലൈബ എന്താ വിളിക്കണേ? ആ ഇജ്ജ് മാവെടുത്ത് അതാ കട്ടുമ്മക്ക് വന്നിക്കാണ്. ഇറുമ്പടിക്കൂലേ? എന്ത് കളി? ആ ഇന്നെന്താ നമ്മളോട് ഉണ്ടാക്കണ? പൂരിയും ചപ്പാത്തിയോ? അനക്ക് നോലുമുണ്ടോ? ആ എന്നിട്ട് ചോറ് തിന്നു. രാവിലെ ചായ കുടിച്ചോ? വെള്ളം കുടിച്ചോ? കുട്ടിക്ക് നോലുമ്പാണ്? എത്രാമത്തെ നോലുമ്പാ? രണ്ടെണ്ണം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ നോലുമ്പാ. എൻ്റെ കുട്ടി 3 നോൽമ്പ് എടുത്തോ? ആ എങ്ങനെ ഉണ്ടായിരുന്നു നോൽമ്പ്? ചോറുന്നോ? ആ അതാണ് നോൽമ്പ് അല്ലേ? അതാണ് നോൽമ്പ്. എനക്ക് അവള് ചോറൊക്കെ തിന്നിക്കണു കേട്ടോന്ന് ഉച്ചക്ക് അല്ലേ. കള്ളത്തിയേ അതല്ലടി നോൽമ്പ്. നോമ്പിന് വെള്ളമൊന്നും കുടിക്കാൻ പറ്റൂല. ഇജ്ജ് വെള്ളം കുടിച്ചില്ലേ? അപ്പൊ എനക്ക് എവിടെ നോൽമ്പ്? ഇല്ല. ഇജ്ജ് ഉച്ചക്ക് ചോറ് തിന്നില്ലേ? അപ്പൊ എങ്ങനെയാ എനക്ക് നോൽമ്പ്? ചോറ് തിന്നുമ്പോ വെള്ളം കുടിക്കണോ? അതാ ചോറ് തിന്നിട്ട് വെള്ളം കുടിക്കാൻ പറ്റൂല, ചായ കുടിക്കാനേ പറ്റുള്ളൂ. ചോറ് തിന്നാലും ചായ കുടിച്ചാലും വെള്ളം കുടിച്ചാലും ഒക്കെ നോൽമ്പ് മുറിയും. നോമ്പിനാ ഒന്നും തിന്നാൻ പറ്റൂല. അപ്പൊ നോമ്പെന്ന് പറയില്ല. പൊടി പൊട്ടത്തി എനക്ക് നോമ്പില്ല കള്ളത്തി. അങ്ങനെ ഏതായാലും ഞാനിതാ ഉള്ളിയോടെയൊക്കെ ചുടാൻ വേണ്ടി ചട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ നേരെ ആയിട്ടോ നമ്മളിത് കൂട്ടി വെച്ചിട്ട് ഇനി ഏതാ ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കട്ടെ. തൻവി ഇവിടെ പൂരിക്കുള്ളത് ഉരുളികളാക്കുക. ലൈബ് അതെന്തിനാണ്? ആ
ഓൾക്ക് നോൽമ്പുണ്ട് ഇത്ര കേട്ടോ. ഓള് 3 ഇന്നലെ ഒന്ന്, അതിന്റെ മുന്നേ ഒന്ന്, പിന്നെ ഇപ്പോഴൊന്ന്, അങ്ങനെ 3 അത്ര എടുത്തു. അപ്പം ഇനി അത് അവിടെ ബോളാളാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ഉള്ളിയോടെ എണ്ണ ചൂടായിക്കണം. അത് എണ്ണ നല്ല ചൂടായിക്കണം കേട്ടോ. ഇത് ഉമ്മയാണ് കേട്ടോ മാവൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. ഞാൻ എടുത്ത് ചൂടാണ്. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമ്മൾ സമോസ തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് ഇന്ന് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് നിന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് കാണാം. ഉള്ളിവട ഇവിടെ അയക്കണം കേട്ടോ. എന്തിനു ഇനി ഇതാ ഏതായാലും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ കറിക്കുള്ള കിഴങ്ങും അതുപോലെ ഗ്രീൻ പീസൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതവിടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ തണ്ണിമത്തനൊക്കെ ഇവിടെ റെഡിയാക്കണു തൻവി. അപ്പോൾ ഞാനിന്ന് പിസ്തയുടെ വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐസ് ഇങ്ങനെ കട്ടയാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നു. അതാകുമ്പോൾ വേഗം വെള്ളം തണുത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാനത് ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പഞ്ചസാര ഇട്ടു. ഇനി ഇതാ ഈ പിസ്തയുടെ എസൻസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറേ ഇക്കണു പൊന്നു ഇതുണ്ടാക്കാമെന്ന് പറയണു എന്നോട്. നോമ്പിൻ്റെ മുന്നേ തുടങ്ങിയതാണ് കേട്ടോ നമുക്കിത് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഏതായാലും നോമ്പായപ്പോൾ അത് വാങ്ങി. പിന്നെ ഇതാ കസ്കസൊക്കെ കുതിർന്നിട്ടുണ്ട്. അതും കൂടി ഇട്ടുകൊടുത്ത് നമ്മളെ വെള്ളം ഇവിടെ റെഡിയായി. അങ്ങനെ എന്താ ഞാൻ പൂരിക്കുള്ളതൊക്കെ എടുത്ത് പരത്തുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ഏതായാലും ഭാഗം കൊടുക്കാനായിരിക്കണം. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഏതായാലും പൂരി ഉണ്ടാക്കാൻ വിചാരിക്കാൻ അങ്ങനെ നിന്നാണ്. അപ്പോൾ ഉമ്മ അതവിടെ പൂരി ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ തന്നെ അമ്മ പൂരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇനി ഏതാ പൊന്നും തനിമയും കൂടി സാധനങ്ങളൊക്കെ മേശമ്മ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അതിന് ഇനി ഏതായാലും ഇതൊക്കെ പൊരിച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് അങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ നോമ്പറക്കാൻ ഇതപ്പോൾ ഒരു 10 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ ഒക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടോ. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഇതാ ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ അതാ റിച്ചു ലേബിയൊക്കെ അത് അവിടെ വന്നിരുന്നിട്ടുണ്ട്. ഇനി ഞങ്ങളും കൂടി വന്നിരിക്കട്ടെ കേട്ടോ. അതാ ഇപ്പോൾ ബാങ്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ ഇന്നത്തെ നോമ്പറക്കല് കഴിഞ്ഞിരിക്കണു കേട്ടോ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ 3ാമത്തെ നോൽബും അങ്ങനെ കഴിഞ്ഞിരിക്കണു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചായ കുടിച്ചു. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും.